ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ലാതെ നമ്മുടെ ഇമേജസ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പം ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വെറുതെ സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കളയണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ എല്ലാവർക്കും ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവും അല്ലേ, ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് നമ്മുടെ ഇമേജ് എന്ത് ചെയ്യുക, നമ്മൾ സെൻഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇമേജാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തൊരു ഇമേജ് എടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി അതിനെ ഷെയർ ചെയ്തിട്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ബട്ടൺ ഉണ്ടാവും, അതിൻ്റെ താഴേക്ക് വന്നിട്ട് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലാണ് ഇപ്പോൾ ഈ ഇമേജ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഗൂഗിൾ ഫോട്ടോസിലേക്ക് മാറ്റി. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാനുള്ള ഗൂഗിൾ ഫോട്ടോസിലേക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ ഇത് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് ടൈം എടുക്കും, ഓരോരുത്തരും നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ്. അപ്പോൾ ഇത് AI ആണ്, അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റിയിൽ അന്നേരം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എൻഹാൻസ് കൊടുത്തിരുന്ന ഓപ്ഷൻ വിവിഡ് ഉണ്ട്, ലൂമിനൻസ് ഉണ്ട്, അങ്ങനെ 3-4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് കൊടുക്കുക. എൻഹാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഇമേജിന് ഓൾറെഡി തന്നെ ഒരു എൻഹാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. വിഷ്വൽ നല്ല ഇമേജ് നല്ലവണ്ണം ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. പിന്നെ വിവിഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ലൂമിനൻസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത്, റേഡിയലാണെങ്കിൽ പല ഫിൽറ്റേഴ്സും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സിമ്പിളായിട്ട് സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ സജഷൻസിനകത്താണ് ഈ എൻഹാൻസ്, വിവിഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്രോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇമേജസ് നമുക്ക് അധികം സിമ്പിൾ ചെയ്ത് ക്രോപ്പ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടൂൾസിനാണ് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കളയുന്നത്. നമുക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലറിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് പോർഷനാണ് വേണ്ടത് ആ സാധനം അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നോക്കി ഇമേജ് നോക്കി ഡെപ്ത് ആയിട്ട് ബ്ലർ ആകുന്നുണ്ടല്ലേ. കണ്ടോ, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ പോകാൻ നമ്മുടെ ഐഫോണിലൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് ബ്ലറ് അൺബ്ലർഡ് ആണ് അങ്ങനെ കൊടുക്കുക. മാജിക് എറേസർ എന്ന് പറഞ്ഞൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഒറ്റ സെക്കൻഡ്. ഓക്കെ. അപ്പം എങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സർക്കിളോ എന്തെങ്കിലും ഒന്ന് വരച്ചും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാനൊരു റെഡ് ഫോട്ടോയിൽ പൂക്കളായിരുന്നു ആ റെഡിൻ്റെ, അതെല്ലാം നമുക്ക് അധികം സിമ്പിളായിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കേസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ സ്കൈൻ്റെ സെക്ഷനകത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്കൈൻ്റെ സെക്ഷൻ നമുക്ക് ലൂമിനൻസ് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കണ്ടാൽ സ്കൈക്ക് നമുക്ക് ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത്, സ്കൈ ആയി, മാജിക് റൈസ് അൺബ്ലേഡ് ആയി. പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, HDR എഫക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി HDR എഫക്റ്റ് കിട്ടും. വൈറ്റ് പോയിൻ്റ് ആണ്, അങ്ങനെ ഹൈലൈറ്റ് ആണ്, ഷാഡോസ്, അങ്ങനെയുള്ള നമ്മുടെ സാധാരണയുള്ള ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിലുള്ള പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ വിവിഡ്, പ്ലായ, ഹണി അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം മാതിരിയുള്ള ഫിൽറ്റേഴ്സ്. പിന്നെ മാർക്കപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പെന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ സാധാരണ ഉള്ള പോലെ നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. പിന്നെ മോർ ഞെക്കുകയാണെങ്കിൽ ആൽബംസോ നമുക്ക് നമ്മുടെ ഏതെങ്കിലും VN-അകത്തേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിന് എല്ലാത്തിനും ശേഷം നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു കളറിൽ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഐക്കൺ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഡിസ്കാർഡ് ചേഞ്ചസ് ടു യൂസ് മാജിക് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കാർഡ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി തന്നെ AI-യിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ AI-യിലേക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ ഈ ഇമേജ് അങ്ങ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് ഇറേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ ഇമേജ് സിമ്പിളായിട്ട് ഇറേസ് ആയി പോകും. ഇത് AI-യിലാണ് ഇത് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷനോ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല. നോക്കി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഇമേജ് നോക്കി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇറേസ് ചെയ്ത്, ഇപ്പോൾ ഐഫോണിലും സാംസങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അതിനേക്കാളും നല്ല നമ്മൾ ഗൂഗിൾ ഫോട്ടോസിനകത്ത് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കിട്ടാവുന്നതാണ്. കണ്ടോ ബിഫോർ മുകളിൽ ക്ലിക്ക് ചെയ്യണേ ബിഫോർ ആഫ്റ്റർ അത്രയ്ക്കും എക്സാക്ട്ലി ആയിട്ടാണ് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ
വേറെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിലെ സ്പേസോ കാര്യങ്ങളോ ഒന്നും കളയണ്ട. നമ്മൾ ഗൂഗിൾ ഫോട്ടോസിനകത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ചെയ്തു പോകുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പം ഇതേപോലുള്ള സിമ്പിൾ വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന ഇതേപോലെ കുഞ്ഞ് ടിപ്സായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഞാൻ പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ ഓക്കെ ബൈ.